കേട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് ഇന്ന് ഞാൻ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഒന്നരാടൊക്കെയാണ് വീഡിയോ ഇടല്. ചില ദിവസങ്ങളിൽ ഡെയിലി എഡിറ്റ് ചെയ്തൊന്നും എത്തൂല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇന്നലെ ഇപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വോയിസ് ഓവർ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മളവിടെ കറണ്ടൊന്നും ഇല്ലാതെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഇനി രാവിലെ ഇരുന്നിട്ടാണ്ട് വോയിസ് ഓവർ എടുക്കണേ. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാനൊരു വീഡിയോ ആയിട്ട് വരികയാണ്. മറ്റേ നമ്മൾ രാവിലെ എണീറ്റ് പതിവ് പോലെ ചായക്കുള്ള വെള്ളം വെക്കുകയാണെന്നാണല്ലോ പറയല്. ഇപ്പോൾ പതിവ് പോലെ ജനലൊക്കെ തുറന്നിട്ട് പിന്നെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുപ്പി നമ്മളെ കുറേ ദിവസമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. രാവിലെ എണീക്കുമ്പോഴേക്കും അത് ഉറച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ വേറൊരു പാത്രത്തേക്കാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കണത്. അപ്പം അതിന് ആവുമ്പോൾ നമുക്ക് കോരി എടുത്തിട്ടാണെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അതിനുള്ള പച്ചരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഇപ്പോൾ ഒന്ന് കഴുകി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓട്ടട ഉണ്ടാക്കണ ഒന്ന് കാണിച്ചു തരാം. പച്ചരി ഉണ്ടല്ലോ, അത് കഴുകിയെടുത്ത് മിക്സിയിൽ ജാറൊക്കെ ഇട്ടുകയാണ്. എന്നിട്ട് ഇനി പൈക്കൊരു ഒന്നോ രണ്ടോ ഇത് തവി നമ്മളവിടെ കയ്യിൽ മാറിയിട്ടോ. അപ്പം ആ മാവ് നമ്മുടെ ചോറാണ് കേട്ടോ വെക്കുന്നത്. ആ ഒരു പച്ചരിക്ക് രണ്ട് കയ്യിൽ ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ചിലപ്പോൾ മാവ് അരച്ചിട്ട് ഞാനൊരു തവി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ചായയിൽ പൊടി ഇട്ട് വെച്ചു ഞാൻ. അപ്പോഴേക്ക് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പച്ചരിയും നമ്മുടെ സാധാ ഇതുണ്ടല്ലോ ചോറ് ഉണ്ടല്ലോ അതും ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മിക്സി അരച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് അരച്ചു കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുലുക്കി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം ഇതിൽ വെള്ളം അത്യാവശ്യത്തിന് ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇനിയിപ്പോൾ ഒഴിച്ചാൽ ചിലപ്പോൾ ഓവർ ആകുമെന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് വടിച്ചെടുക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിലെ ജാറും കൂടി ഒന്ന് കുലുക്കി ഒഴിച്ചാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഇത്തിരി വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ചട്ടിക്ക് പിന്നെ ഒന്നും ചേർക്കൂല കേട്ടോ നമ്മൾ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഓട്ടടൻ്റെ രീതി. പിന്നെ ഇത് പെർഫെക്റ്റ് ആവുമോ എന്നുള്ളത് ചോദിച്ചാൽ ചുട്ടെടുക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. ഓട്ടടൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വലിയ എക്സ്പേർട്ടല്ല. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാവും, പക്ഷെ ചിലപ്പോൾ അതിന് വേണ്ടിയാണ്ട് എങ്ങനെയാണ് ആവാതെ കുളന്തുകൊണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഏതായാലും നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഭാഗ്യത്തിന് എന്നെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കില്ല. ഞാനിങ്ങനെ നല്ല രീതിയിലൊക്കെ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കുളന്തുകൊണ്ട് എന്താണല്ല അവസ്ഥ. എന്തായാലും ഞാൻ പിന്നെ നന്നായാലും മോശമായാലും ഒക്കെ അത് അതേപോലെയാണ് പറയലുണ്ട്. നമ്മളത് പിന്നെ ഒരു ഭയങ്കര ഒരു പെർഫെക്റ്റ് കുക്കിംഗ് ചാനലൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും റെസിപ്പി ഒന്ന് ഉൾപ്പെടുത്തിയെന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എൻ്റെ മാനം കാത്തിക്കുന്ന നല്ല അടിപൊളി ഓട്ടടയാണ് കിട്ടിയിട്ടുണ്ടായി. രാവിലെ തന്നെ മഴ മനുഷ്യനെ മടി പിടിപ്പിക്കും. അയച്ചാതി മഴയാണ് കേട്ടോ. ഭയങ്കര മഴയാണ്. നമ്മളെ പാത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കണം കേട്ടോ. അപ്പോൾ ഓട്ടടിയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിനി. അപ്പോൾ അതാണ് ഞാനൊന്ന് ചൂടാക്കി എടുത്തത്. അതും കൂട്ടിയിട്ടാണ് കേട്ടോ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ചോറല്ലല്ലോ ചായ കൊടുത്തിട്ടുണ്ടായിനി. അത് പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ നമ്മളെ ഈ ഒരു ഓർഗനൈസർ കാണിച്ചല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിനി. ഇതിലെ വെള്ളം താഴത്തേക്ക് ചാടൂലേ എന്നൊക്കെ ഉള്ളത്. അപ്പം വെള്ളം താഴത്തേക്ക് ചാടും. പിന്നെ ഞാൻ ഈ
ലിക്വിഡ് ആണ് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വലിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഞാനിതാ ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് ഇപ്പോൾ വാങ്ങി ഇതിലേക്ക് നിറച്ചക്കലാണ് കേട്ടോ. അതിലിപ്പോൾ ഇല്ല, അതാണ് ഇങ്ങനെ കടന്ന് ആടിക്കളിച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, പക്ഷേ അടിപൊളി ക്വാളിറ്റിയൊക്കെ ഉള്ള മാതിരി എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നിങ്ങൾ വിമ്മാണ് ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ അതൊരു ചെറിയ പാത്രത്തിലിട്ട് ഇതിൽ വെച്ചാൽ മതി. വിമ്മ് മാത്രമായിട്ട് ഇതിൽ വെച്ചാൽ അത് പിന്നെ ഒലിച്ചിറങ്ങി ആ ഒരു എന്താ പറയുക, ആ ഒരു ഓർഗനൈസറും വൃത്തികേടാവും. പിന്നെ നമ്മളെ നിലം സിങ്ക് ഒക്കെ വൃത്തികേടാവും. പിന്നെ ചണ്ടി വെക്കണ ആ ഭാഗം ഉണ്ടല്ലോ, അത് പിന്നെ നേരെ സിങ്കിക്കാണ് ചാടുന്നത്. അപ്പോൾ പിന്നെ അത് നേരെ അതിലിഞ്ഞ് വെള്ളം ഉണ്ടെങ്കിലും അത് നേരെ സിങ്കിക്ക് ചാടിക്കോളും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത്, ജനലിൻ്റെ ആ ഭാഗത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ്. നിങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കും വെക്കാം. പിന്നെ ഇതിന് രൂപ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് എന്താണ് ടാഗ് ചെയ്ത ആ പ്രൊഡക്റ്റിൽ നോക്കിയാൽ തന്നെ പൈസയൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ 126 റുപ്യക്കാണ് കേട്ടോ വാങ്ങിയത്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ കൂടുക കുറവ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും, റേറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പം അതൊക്കെ നോക്കിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. പിന്നെ ചിലതിന് ഇതേപോലത്തെ അതിൻ്റെ അടിയിൽ ട്രേ വരുന്ന രീതിയിലോ ഇങ്ങനെ കുളത്ത് വരുന്ന രീതിയിലോ അങ്ങനെയൊക്കെ പല പല മോഡൽസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വാങ്ങിയെടുത്തിട്ടുണ്ടായിനത് കേട്ടോ. പിന്നെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ആകെ മൊത്തം പാത്രം നിരന്നിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം തിരഞ്ഞ് തപ്പി നടക്കേനെ, എവിടെ വെച്ചതെന്ന് ഒരു ഓർമ്മയില്ല. പിന്നെയാണ് ആളെ ഞാൻ എവിടെ വെച്ചത് എന്നുള്ള ഓർമ്മ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുട്ടി തലേന്ന് പുഴമീൻ കൊണ്ടുവന്നീന്, മീൻ മുറിച്ചിട്ട് ഒരു 3 എൻ്റെ കയ്യിൽ തന്നീന് കേട്ടോ, പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ. സാധാരണ മൂപ്പരാണല്ലോ ഫ്രിഡ്ജിലെടുത്ത് വെക്കല്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നോ, പാത്രത്തിലൊക്കെ ഇട്ട് നല്ല ഭദ്രമായിട്ട് അടച്ചു വെച്ചു. ഫ്രിഡ്ജിൽ വെക്കേണ്ടതിന് പകരം ഞാനത് ആ റാക്കിൻ്റെ മുകളിലാണ് കൊണ്ടുവച്ചത്. ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിൽ തപ്പി ഫ്രീസറിൽ തപ്പി കാണാനില്ല. അതിൽ പിന്നെ ഞാൻ അവിടെ പോയി തപ്പുമ്പോൾ മീൻ അവിടെ ഇട്ട് വെച്ചത് എന്തോ കിളിവായി കൊണ്ടുവച്ചതാണ്. പക്ഷെ മീനാണെങ്കിൽ കേടുന്നതാണ്, ഭയങ്കര സ്മെല്ലും ഉണ്ട്, ഒരു പച്ചയും നീലൊക്കെ കളറുണ്ട് കേട്ടോ മീൻ. ആകെ ഇങ്ങോട്ട് ഇതായിക്കണം. ഇപ്പോൾ കാണാൻ ഭയങ്കര ലുക്കാണ് ഇപ്പോൾ തോന്നും, പക്ഷേ എടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സ്മെല്ലും ചീഞ്ഞിട്ടുണ്ടേനി കേട്ടോ. ഞാൻ ഭയങ്കര സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിലും പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. എനിക്ക് എന്നിട്ട് ഭയങ്കര ഒരു ഇടങ്ങേറായിട്ടോ. കാരണം അങ്ങനെയും കഷ്ടപ്പെട്ട് എൻ്റെ കെട്ടിയവൻ പിടിച്ചോളെ എന്നിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാനല്ലേ യോഗ ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ഇടങ്ങേറൊക്കെ കേട്ടോ. അത് കേടുവരുത്തി കളഞ്ഞില്ല എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് എന്നൊക്കെയുള്ള ഇതിൽ. പിന്നെ ഇപ്പം എന്താ പറയുക, തെറ്റ് പറ്റാത്തവരായിട്ട് ആരുണ്ട് ഗോപു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് കാക്കകൾക്ക് അത് വെച്ചിട്ട് പെരുന്നാൾ ഉണ്ടാക്കട്ടൂല് അല്ല എന്താ പറയുന്നത്. ഞാൻ എന്നിട്ട് ആ മീനെ കൊണ്ടുപോയിട്ട് അവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു കേട്ടോ. ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടേ കാരണം ചിലപ്പോൾ ആ മീൻ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കൂടിയില്ല. ഒരു കാക്ക കണ്ടിരിക്കണം കേട്ടോ, മറ്റേ കാക്കകളൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ വേരിയുടെ അവിടെ ഒരു കോളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തണൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും പോട്ടെ, പോയ വണ്ടിക്ക് കൈയാട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞുട്ടിയോടാണ് കുഞ്ഞുട്ടി പറഞ്ഞ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നതാണ് വെച്ചത്, ഞാൻ തന്നെ എടുത്ത് വെച്ചാൽ മതിയേനി എന്നുള്ളത്. എന്നും കുഞ്ഞുട്ടി അതിനിപ്പോൾ ഇജ്ജ് കൈവലാക്കണ്ടല്ലോ, അത് എന്താ ഞാൻ എടുത്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. പക്ഷേ അന്നിപ്പോൾ അത് വലൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തപ്പോൾ ഞാൻ പാത്രം കൊണ്ട് ചെന്ന് അതിക്കൊക്കെ ആക്കിയാണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. എന്താ പറയുന്നത്. ഇനിയിപ്പോൾ ഏതായാലും പോയത് പോട്ടെ. ഇനി ഞാൻ വേഗം ബാക്കിയില്ല പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കട്ടെ കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേ പാത്രങ്ങൾ ഒരുപാട് നേരം നിൽക്കുന്നു. അപ്പം ഞാൻ അത് വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇനിയിപ്പോൾ എന്താ മീൻ വാങ്ങേണ്ടി വരും. മറ്റേ ഞാൻ ഒരു 2-3 ആണെങ്കിലും ഞാനത് എന്താ ചെയ്യും, മസാലയൊക്കെ പൊരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് വൈകുന്നേരത്തല്ലേ കുഞ്ഞുട്ടിയും കുട്ടികളൊക്കെ ഉണ്ടാവുക, അപ്പോൾ പിന്നെ ഓൾക്ക് ആ ഒരു സമയത്ത് പൊരിച്ചെടുക്കും. ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റക്കാവുമ്പോൾ വല്ല ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മതി. പിന്നെ എനിക്ക് അങ്ങനെയാണ്, എനിക്കിപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കറിയൊക്കെ ആണെങ്കിൽ അതൊക്കെ കൂട്ടി തിന്നും. അപ്പോൾ നമ്മളാവുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അത് പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് മീൻകാരൻ വരുമ്പോൾ മീൻ വാങ്ങാം. അപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മുകൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി കയറിയതേനി കേട്ടോ. അപ്പോഴാണ് നമ്മൾ മല ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ആ മലയാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരില്ലേ, അതിപ്പോൾ ഒരു തെളിവൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം വെയിലേക്കാരെന്ന്. പക്ഷേ ആ വിചാരം തെറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്തിട്ടുണ്ടേനി കേട്ടോ.
അങ്ങനെ ഞാനിതാ താഴത്തേക്ക് തന്നെ വന്നിക്കണ്. ഇപ്പം ഇനി ഒരു ചെറിയ ക്ലീനിങ് പരിപാടി ഉണ്ട്. ഈ സ്റ്റൂൾ ഉണ്ടല്ലോ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം കേട്ടോ. ഇപ്പൊ വല്ലാതെ ക്ലീനിങ് പരിപാടികളൊന്നും എടുക്കലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ക്ലീനിങ്ങിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ കാലിന് പിയ്യാങ്കുത്ത്, പിന്നെ കാലിൻ്റെ നഖത്തിൻ്റെ വിരലിൻ്റെ ഇടയൊക്കെ മണ്ണുന്നൂലേ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ ക്ലീനിങ്ങിനോട് കുറച്ച് ക്രേസ് ആയതുകൊണ്ട് ഭയങ്കര വിശ്വാസമായിക്കാരം എപ്പോഴും കാലം ചുറ്റും ഇതാക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം മഴക്കാലമാകുമ്പോൾ കുറച്ച് അധികം ആവുമല്ലോ. വേനലാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കാരണം മഴക്കാലമാകുമ്പോഴാണ് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അധികം ക്ലീനിങ് പരിപാടികളൊന്നും അധികം ഫോക്കസ് ചെയ്യാത്തത് കേട്ടോ. അപ്പം സ്റ്റൂളൊക്കെ ആകെ അലമ്പായിട്ടുണ്ടേനി. ഇതൊരു കരിമ്പന് കുത്തിയ പോലെ ആയിട്ടുണ്ടേനി. കരിമ്പൻ കുത്തിയ പോലെയാണ്, പക്ഷെ കണ്ടാൽ അതെന്തോ ഒരു ചളിയായ പോലെയാണ്. കണ്ടോ, കഴുകിയിട്ടും വലിയൊരു ലുക്ക് ഇല്ല കേട്ടോ നമ്മളെ സ്റ്റൂള്. അപ്പോൾ ഈ ഒരു കളറും ബ്ലാക്ക് കളറും ഉണ്ടായിനി കേട്ടോ വാങ്ങിയ സമയത്ത്. പക്ഷെ എനിക്കൊന്നും കൂടി കാണാൻ ചൊർക്ക് തോന്നിയത് ഈ കളറാണ്. അതിപ്പോൾ എനിക്ക് ഇരട്ടി പണി. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഒരു കരിമ്പം കുത്തിയ പോലെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ വന്നിരിക്കുമ്പോൾ ഈ സ്റ്റൂളൊന്നും ഇതുവരെ ഉണ്ടായിട്ട് കഴുകിയിട്ടില്ലേ എന്നൊക്കെ തോന്നണ ആ ഒരു മട്ടത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ബ്രഷൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉരക്കണത്. ഇതിപ്പോൾ ഒരു വെറുതെ ഒരു ചണ്ടിയൊന്നും വെച്ച് വരച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ ഒരു മുടഞ്ഞ പോലെയാണുള്ളത്. അതിൻ്റെ അടിയിലേക്കൊന്നും എത്തൂല. അപ്പം ഞാൻ ബ്രഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ ബ്രഷൊക്കെ പിന്നെ പല വിധത്തിൽ ബ്രഷിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉരച്ചെടുക്കുന്നത്. അപ്പോൾ സ്റ്റൂളുകളൊക്കെ ഞാനത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ കരിമ്പം കുത്തിയതാണ് കണ്ടോ, ഇപ്പോഴും പോവാത്ത പോലെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻകാരൻ വന്നിനി. കുറേ ദിവസങ്ങൾക്ക് ശേഷം മത്തി കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മത്തിയൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് അതിൽ തന്നെ കുറച്ച് കറിയും കറിയും വെക്കാം, അതിൽ തന്നെ കുറച്ചെടുത്തിട്ട് പൊരിക്കും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മസാല പുരട്ടിയൊക്കെ കുറച്ച് നേരമായി വെച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് വേഗം ഒരടുപ്പത്ത് പൊരിച്ചെടുക്കണമുണ്ട്, ഒരടുപ്പത്ത് നമ്മൾ മീൻ കറിക്കുള്ളതും വെച്ചിരിക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ സെനിക്കുട്ടനെ കാണാൻ എന്താ വെച്ചാൽ നമ്മളെ മുക്കുവനൊന്ന് പണി ലീവാണ്. പക്ഷെ ഇവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പച്ചിനെ സഹായിച്ചും വെറുപ്പിച്ചും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട് ആള്. ഇപ്പച്ചിക്ക് ഇന്നിപ്പോൾ മീൻ വല തുന്നണ പണിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ നിലത്ത് ഇരുന്നും കിടന്നും നിരങ്ങിയും ഒക്കെയാണ് ആള് തുന്നിയെടുക്കുന്നത് കേട്ടോ. കുറേ ജനൽക്കലൊക്കെ കെട്ടി നിന്ന് കുറച്ച് നേരം എടുക്കും, അത് കഴിയുമ്പോൾ ഇരുന്ന് കുറച്ച് നേരം എടുക്കും, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇനി കേട്ടോ. അപ്പം എന്നാലും ഞാനത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇന്ന് തന്നെ ഇട്ടതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.